സ്വീകരിക്കുകയില്ല. ഏകദൈവ വിശ്വാസത്തിന് വിപരീതമായ ശിർക്കിന്റെ ഗൗരവം ഖുർആൻ എടുത്തുയർത്തിയിട്ടുള്ളത് പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ്. ഖുർആനിന്റെ സമീപനം അതാണ്. കർമ്മപരമായ കാര്യങ്ങൾ പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കാറുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് ഖുർആൻ വിളിച്ചാൽ മനുഷ്യർ മുഴുവനും അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണർത്താറുണ്ട്. പക്ഷെ ശിർക്കിന്റെ ഗൗരവം പറഞ്ഞപ്പോഴോ, പടച്ചവൻ ഒരിക്കലും പൊറുക്കാത്ത പാപത്തിന്റെ ഗൗരവം പറഞ്ഞപ്പോഴോ ഖുർആൻ വിളിച്ചത് ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യനെയാണ്. അഷ്റഫുൽ ഖൽഖ്, നമ്മുടെ കേരളിന്റെ കഷ്ടം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനേതാവനെ വിളിച്ചുകൊണ്ട് ഖുർആൻ ശക്തമായ താക്കീത് നൽകി. വലഖദ് ഉഹിയ ഇലൈക, ഓ മുഹമ്മദ് നബിയേ, നിനക്കിതാ നാം ദിവ്യബോധനം നൽകുന്നു. നിനക്ക് മാത്രമൊന്നും നീ കരുതേണ്ടതില്ല. വഇലല്ലദീന മിൻ ഖബലിക, നിനക്ക് മുമ്പ് നിയോഗിച്ച ലക്ഷക്കണക്കിന് അമ്പിയാക്കളോട് ഞാൻ ഈ താക്കീത് നൽകിയിട്ടുണ്ട്, ഞാൻ ഈ ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. ആരോടായി പറയുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത, നന്മ മാത്രം ചിന്തിക്കുന്ന, നന്മ മാത്രം പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ ഒന്നും ചെയ്യണമെന്ന്, ആരെയും ഉപദ്രവിക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത, വിശ്വാസ നൈർമല്യം കൊണ്ട് ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ, എല്ലാം കൊണ്ടും മഹാനായ ഒരു മനുഷ്യൻ, അമ്മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങളോടായി താക്കീത്. നിങ്ങളുടെ മുൻഗാമികളോടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൽ, ആരാധനയിലെങ്ങാനും അല്ലാഹുവിനെ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. പിന്നെ എത്ര ദാനം ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ മാനവിക ജീവിതത്തിൽ ശിർക്ക്പരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന മുസ്ലിമീങ്ങളോട്, പ്രത്യേകിച്ചും ബഹുദൈവാരാധകരോട് മൊത്തത്തിൽ നമ്മൾ പറയാറുള്ളത്, അല്ലാഹു ദൈവം പടച്ചതമ്പുരാൻ പൊറുക്കാത്ത പാപത്തിലേക്ക് നമ്മൾ പോകരുതെന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ തിന്മയാണ്. ഇത് പ്രപഞ്ചത്തിന്റെ താളക്രമത്തിനെതിരാണ്. എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അക്രമം എന്ന മലയാള പദത്തിന്റെ അർത്ഥം ക്രമമില്ലായ്മ എന്നാണ്. പ്രപഞ്ചത്തിന്റെ ക്രമം പടപ്പുകൾ പടച്ചവനെ ആരാധിക്കലാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിനെതിരാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനെതിരാണ്. അത് മനുഷ്യബുദ്ധിയുടെ തേട്ടത്തിനെതിരാണ്. അത് ജീവിതത്തിന്റെ സൽപാന്താവിൽ നിന്ന് വഴിതെറ്റിപ്പോകലാണ്. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല മനുഷ്യനായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും തൗഹീദി പ്രബോധനം മുസ്ലിമീങ്ങളോട് പ്രത്യേകം കേന്ദ്രീകരിച്ചത്. നല്ല മനുഷ്യന്മാരാണ്, ഒരുപാട് ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നോമ്പെടുക്കുന്നുണ്ട്, എത്രയോ ദാനം ചെയ്യുന്നുണ്ട്, നല്ല മനുഷ്യരാണ്. പക്ഷെ വിശ്വാസം ശരിയായിട്ടില്ല. അല്ലാഹു ഖുർആനിൽ വരച്ചു കാണിച്ച പടച്ചതമ്പുരാനെ പറ്റിയുള്ള വിശ്വാസം ശരിയാകുന്നില്ല. അല്ലാഹുവിനെ പോലെ കാണുന്നവരുണ്ടെന്ന്, അല്ലാഹുവിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന്, അല്ലാഹുവിനെ പോലെ തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്ന് അവരും വിശ്വസിച്ചു പോകുന്നു. ആ വിശ്വാസം ഖുർആനല്ല, ആ വിശ്വാസം ഖുർആൻ പഠിപ്പിച്ചതല്ല, ആ വിശ്വാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, ആ വിശ്വാസം അമ്പിയാക്കളോ ഔലിയാക്കളോ സ്വലിഹീങ്ങളോ സുഹദാക്കളോ മഹാന്മാരായ പണ്ഡിതന്മാരോ പഠിപ്പിച്ചതല്ല. അത് നവലോകത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാനുള്ള പൗരോഹിത്യമുണ്ടാക്കിയ പുതിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഇസ്ലാമുമായി ബന്ധമില്ല. മുജാഹിദ് പ്രസ്ഥാനം തൗഹീദി പ്രബോധനം കാര്യമായി കേന്ദ്രീകരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിനെതിരെയാകുന്നത് ഇസ്ലാമിലില്ലാത്ത വിശ്വാസം കടത്തിക്കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, എത്രയേറെ ചാൻസ് ഉണ്ടായിരുന്നു ആ നേതാവിന്, എന്തെല്ലാം ചെയ്യാമായിരുന്നു. സഹാബാക്കൾ മരണപ്പെട്ടു പോയപ്പോൾ ജാറം പണിയാമായിരുന്നു. അവർക്ക് ബദരീങ്ങളുടെയോ ഉഹുദീങ്ങളുടെയോ വഫാത്തായ സ്ഥലങ്ങളിൽ ജാറം പണിയാമായിരുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്തൊരു വരുമാന മാർഗമാകുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ചിന്തിച്ചിട്ടുണ്ടോ? നവലോകത്ത് പ്രിയമുള്ളവരെ, ആധുനിക കാലത്ത് മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾ ഓർത്തു നോക്കുക നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശവും ഓർത്തു നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദിൽ ചൂഷണങ്ങളില്ലായിരുന്നു. ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സമസ്തക്കാരുടെ വിശ്വാസങ്ങളില് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കല്, ജാറങ്ങളിലും മക്കാമകളിലും പോയി പ്രാർത്ഥിക്കല്, അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം വിശ്വാസ വൈകല്യമുള്ള ആളുകൾക്ക് അത്താണിയും അഭയകേന്ദ്രവുമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം എന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും ഇല്ലാത്ത ആയത്ത് കൊടുത്തുകൊണ്ട് ഉറൂസുകൾക്ക് പരസ്യം നൽകുന്ന ഏർപ്പാട് പോലും സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അജ്മീർ ഉറൂസിന് വേണ്ടി പുറത്തിറങ്ങിയ ഒരു നോട്ടീസാണിത്.
ഈ നോട്ടീസിൽ ഒന്നാമതായി കൊടുത്തൊരു വാചകമുണ്ട്. ദിസ് ഇയർ ഉറൂസ് ഷരീഫ് ബിഗിൻസ് ഫ്രം 13th സെപ്റ്റംബർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വരി ഇംഗ്ലീഷ് കൊടുത്തുകൊണ്ട് ഈ നോട്ടീസ് ആരംഭിക്കുന്ന വചനം കേൾക്കണോ നിങ്ങൾക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മനുഷ്യൻ വിജനമായ ഒരു സ്ഥലത്ത് ആരുടെയും സഹായമില്ലാതെ വിഷമപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോടും ഔലിയാക്കളോടും എന്നെ സഹായിക്കുവീൻ എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ, തീർച്ചയായും സഹായം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ വിജനമായ ഒരു സ്ഥലത്ത് ആരുടെയും സഹായമില്ലാതെ വിഷമപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോടും ഔലിയാക്കളോടും എന്നെ സഹായിക്കുവീൻ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, തീർച്ചയായും സഹായം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല എന്ന് ഏത് മുസ്ലിമിനും അറിയാം. ഒരൽപ്പം കേവലം പാഠം പഠിച്ച, ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ച ആളുകൾക്ക് ഇതറിയാം. പിന്നെ ആരെയാ ഇത് ലക്ഷ്യമാക്കുന്നത്? അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ ഖബറിലേക്ക് വരല്. അജ്മീർ ഉറൂസിന്റെ നോട്ടീസാണിത്. ആളുകൾക്ക് തപാലിലൂടെ അയക്കുന്ന നോട്ടീസാണിത്. ഈ നോട്ടീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വിഷമം മാറ്റാൻ അജ്മീറിലുള്ള ഖാജക്ക് കഴിയുമെന്നുള്ള വിശ്വാസം ഖുർആനിലുള്ളതാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ് ഇതിന്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കലാമ് പോലും ഇല്ലാത്ത കലാമ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തില് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് നാം നിർവഹിക്കുന്നത്. അല്ലാഹുവല്ലേ നമ്മളെ പടച്ചിട്ടുള്ളത്, അവനല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നത്, അവന്റെ അടുക്കലേക്കല്ലേ നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. അവൻ ചെയ്തു തന്നതുപോലെ അനുഗ്രഹം ആരെങ്കിലും ചെയ്തു തരുന്നുണ്ടോ? അവനെ പോലെ കേൾക്കുന്നവനും കാണുന്നവനും ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അവനെ പോലെ കാരുണ്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത് എന്താ? യേശു മധ്യവർത്തിയാക്കപ്പെടുകയോ, മറിയം മധ്യവർത്തിയാക്കപ്പെടുകയോ, ഔലിയാക്കൾ ഇടത്തട്ട് കേന്ദ്രങ്ങളാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നമ്മളെ വിഷമങ്ങളൊക്കെ അറിയും. പക്ഷെ പടച്ചവനോട് കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ അതിനേക്കാൾ കൂടുതൽ അറിയുകയും നമ്മളോട് അരിവ് തോന്നുകയും നമുക്ക് വേണ്ടി പറയുകയും ചെയ്യുന്നത് ഇടയിലുള്ള ഔലിയാക്കളും അമ്പിയാക്കളും മൺമറഞ്ഞു പോയവരുമാണ്. അപ്പൊ അള്ളാനേക്കാൾ കാരുണ്യമാർക്കാണ്, ഇടത്തട്ട് കേന്ദ്രങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ റഹ്മത്തിനെ പറ്റി, റഹ്മാനിനെ പറ്റി, റഹീമിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നത് എന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 99% അല്ലാഹുവിന്റെ പക്കൽ തന്നെ.